now I have the honor of hearing from a master storyteller who notched character portrait and emotional depth have created some of the Malayalam cinema's most beloved classic. Can we have the AV of Sibi Malayal, sir, please? Let's wait to watch the same. സിബി മലയിൽ മലയാള സിനിമാ രംഗത്തെ പ്രമുഖ സംവിധായകൻ. കഴിഞ്ഞ 4 പതിറ്റാണ്ട് നീണ്ട മലയാള ചലച്ചിത്ര സംവിധാന രംഗത്തെ സജീവ സാന്നിധ്യം. 1985 മുത്താരം കുന്ന് പിവു മുതൽ 2022 കൊത്ത് ഉൾപ്പെടെ 47ഓളം സിനിമകൾ സംവിധാനം ചെയ്തു. മികച്ച തിരക്കഥകളിൽ നിന്നാണ് മികച്ച സിനിമകൾ ഉണ്ടാകുന്നതെന്ന് തെളിയിച്ച സംവിധായകൻ. തിരക്കഥാകൃത്തായ ലോഹിതദാസിനോടൊപ്പമാണ് അദ്ദേഹം അത് തെളിയിച്ചത്. പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളെയും ആന്തരിക സംഘർഷങ്ങളെയും തിരശ്ശീലയിലൂടെ തുറന്നു കാട്ടി പ്രേക്ഷകരെ കൂടുതൽ ചിന്തിപ്പിക്കുകയും ചെയ്ത ചലച്ചിത്ര സംവിധായകനാണ് സിബി മലയിൽ. തനിയാവർത്തനം, കിരീടം, ദശരഥം, ഭരതം, സതയം, കാണാക്കിനാവ് എന്നീ സിനിമകൾ ഇതിൽ ചിലത് മാത്രം. സംവിധാനം ചെയ്ത ബഹുഭൂരിപക്ഷം സിനിമകളും വൻ വിജയമായിരുന്നു. മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തിൽ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ വിജയ കിരീടം ചൂടിയ സംവിധായകനാണ് സിബി മലയിൽ. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ജൂറി ചെയർമാനായും ചലച്ചിത്ര സാങ്കേതിക പ്രവർത്തകരുടെ സാംസ്കാരിക സംഘടനയായ മാക്ടയുടെ ജനറൽ സെക്രട്ടറിയായും പ്രസിഡന്റായും പ്രവർത്തിച്ചു. 15 വർഷത്തോളം ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ പ്രസിഡന്റായും പ്രവർത്തിച്ചു. മികച്ച സംവിധായകനായി 3 ദേശീയ അവാർഡും നിരവധി തവണ സംസ്ഥാന അവാർഡുകളും നേടുകയുണ്ടായി. സിബി മലയിൽ സിനിമകളിലൂടെ സിനിമയുടെ മറ്റ് പല മേഖലകളിലേക്കും നിരവധി ദേശീയ അവാർഡുകൾ മലയാള സിനിമയ്ക്ക് ലഭിക്കുകയുണ്ടായി. ദേശീയ ചലച്ചിത്ര രംഗത്തും പ്രത്യേകിച്ച് മലയാള സിനിമാ രംഗത്തും അഭിമാനമായ ചലച്ചിത്ര സംവിധായകൻ സിബി മലയിലിനെ LK ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ വേദിയിൽ പ്രത്യേകം ആദരിക്കുന്നു. സ്വാഗതം ശ്രീ സിബി മലയിൽ. So welcoming Sibi Malayal sir onto the stage with so much of love and respect. Let's hear from him. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം കടന്നപ്പള്ളി രാമേന്ദ്രൻ സാർ ഈ വേദിയിൽ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു മന്ത്രിയെ നമുക്ക് കാണാൻ കിട്ടത്തില്ല. നമ്മുടെ കൂടെ നമ്മളുടെ ഒരാളായിട്ട് എപ്പോൾ കണ്ടാലും ഓടി വന്ന് ഒരു കെട്ടിപ്പിടുത്തമുണ്ട്. അതൊരിക്കലും മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് ചെറിയൊരു അടവെന്താണെന്ന് വെച്ചാൽ എന്നെയും കമ്മലിനെയൊക്കെ ചേട്ടാന്ന് ചേർത്ത് വിളിക്കും. പ്രായം കുറയാൻ വേണ്ടിയിട്ടുള്ളൊരു അടവാണ്. പക്ഷേ ഇത്രമാത്രം സ്നേഹത്തോടെ എന്നും നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു ജ്യേഷ്ഠ സഹോദരൻ തന്നെയാണ് അദ്ദേഹം. ഒരു വലിയ കലാകാരനാണ്. നമ്മളെല്ലാം കേട്ടു അദ്ദേഹം പാടുന്നത്. ആ ജനുസിൽപ്പെട്ടൊരു മകനും കൂടി അദ്ദേഹത്തിനുണ്ട്. അവിയൽ എന്ന് പറയുന്ന മ്യൂസിക് ബാൻഡിലെ ഏറ്റവും പ്രഗത്ഭനായ പെർക്കഷനിസ്റ്റാണ്, ഡ്രമ്മറാണ് അദ്ദേഹത്തിൻ്റെ മകൻ. അപ്പം കലാപരമായ വലിയ ഒരു സിദ്ധിയും ഇഷ്ടവും ഒക്കെ കൂടെ കൊണ്ടു നടക്കുന്ന അദ്ദേഹം ഈ വേദിയിലുള്ളത് സന്തോഷം. ചന്ദ്രേട്ടൻ ഈസ് എ ഡെയറിങ് ഫിലിം മേക്കർ. വളരെ ബോൾഡായിട്ട് തൻ്റെ സിനിമകൾ ചെയ്യുകയും വളരെ ബോൾഡായിട്ട് തൻ്റെ അഭിപ്രായങ്ങൾ വളരെ ഫ്രാങ്കായിട്ട് പറയാൻ ഒരു മടിയും കാണിക്കാത്ത, മലയാളികൾക്ക് എപ്പോഴും എന്ന് അഭിമാനപൂർവ്വം നോക്കിക്കാണാവുന്നൊരു സംവിധായകനാണ് ചന്ദ്രേട്ടൻ. ഇപ്പോഴും എന്നെ വാത്സല്യത്തോടെ ചേർത്ത് നിർത്തുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ തന്നെയാണ്. കമൽ പറഞ്ഞ പോലെ കമലും ഞാനും 40 വർഷങ്ങളായിട്ട് ഒന്നിച്ച് സഞ്ചരിച്ചവരാണ്. സിനിമയിലും ചലച്ചിത്ര അക്കാദമിയിലും മാക്ടയിലും പെഫ്കയിലും ഒക്കെ ഒരുമിച്ച് ജോലി ചെയ്തവരാണ്. പക്ഷേ നേരത്തെ നമ്മുടെ അവതാരിക സൂചിപ്പിച്ചതുപോലെ കമലിൻ്റെ പേര് കമാലുദ്ദീനാണെന്ന് അറിയപ്പെടേണ്ട ഒരു ഗതികെട്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞങ്ങളാരും എനിക്ക് അടുത്ത കാലത്താണ് കമലിൻ്റെ പേര് കമാലുദ്ദീനാണെന്നൊക്കെ തിരിച്ചറിയുന്നത്. അത് നമ്മളെ ഓർമ്മപ്പെടുത്തിയ ഒരു കെട്ട കാലമാണിത്. ഈ LK ഫിലിം ഫെസ്റ്റിവലിൻ്റെ ആദ്യ എഡിഷൻ്റെ ഭാഗമായിട്ട് ഈ വേദിയിൽ എത്തുവാൻ കഴിഞ്ഞതും വലിയ സന്തോഷം. ഈ ഫെസ്റ്റിവലിൻ്റെ ജൂറി ആയി വർദ്ധിച്ച എൻ്റെ സുഹൃത്ത് കമൽ സിനിമകളൊക്കെ കണ്ട് പൂർത്തീകരിച്ച ശേഷം വാചാലനായിട്ട് എന്നോട് സംസാരിച്ചു ഒരു ഫോൺ കോളിൽ. കണ്ട സിനിമകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആ
അപ്രീസിയേഷനൊക്കെ എന്നോട് പങ്കുവെക്കുകയുണ്ടായി. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഈ പല സിനിമകളും ഞാൻ കണ്ടു കഴിഞ്ഞതാണ്. മറ്റൊരു ഫിലിം ഫെസ്റ്റിവലിൽ സമർപ്പിക്കപ്പെട്ട ഈ സിനിമകൾ മറ്റൊരു വേദിയിൽ വെച്ച് കാണാനിടയായി. അപ്പോൾ തീർച്ചയായിട്ടും വളരെ മികച്ച ഒരു തിരഞ്ഞെടുപ്പാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മികച്ച സിനിമകൾ 400-ൽ നിന്നും അതിൻ്റെ ആറ്റിക്കുറുക്കിയെടുത്തി 10 സിനിമകൾ എല്ലാം മികച്ചതാണ്. അത് തിരഞ്ഞെടുക്കുന്നതിൽ ഈ ജൂറി വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. ബെസ്റ്റ് ഫ്രം ദ ബെസ്റ്റ് 10 ബെസ്റ്റിൽ നിന്ന് ദ ബെസ്റ്റ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് വലിയ ശ്രമകരമായ കാര്യമാണ്. അത് ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിച്ചു കാണും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ ഫെസ്റ്റിവലിൽ ചിത്രങ്ങൾ അയച്ചവർക്ക്, ഇതിൽ പങ്കാളികളായവർക്ക്, അവസാന 10-ൽ എത്തപ്പെട്ടവർക്ക്, വിജയികളായവർക്ക് എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ, സ്നേഹം, നന്ദി.